സെബസ്ത്യാനോസ് പുണ്യവാളൻ ആരായിരുന്നു? എങ്ങനെയായിരുന്നിരിക്കണം വിശുദ്ധനായത്? ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകാം ഇറ്റലിയിലേക്ക് തന്നെ. AD 284 വിശുദ്ധൻ പിതാവിന്റെ നാടായ നർബോനിലാണ് ജനിച്ചതെങ്കിലും അമ്മയുടെ നാടായ മിലാനിലാണ് വളർന്നത്. സെബസ്ത്യാനോസ് റോമൻ സൈന്യത്തിലെ ഒരു വീരയോദ്ധാവായിരുന്നു. ഒരു നല്ല ക്രിസ്ത്യാനിയായി വളർന്ന സെബസ്ത്യാനോസ് ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സദാ സന്നദ്ധനായിരുന്നു. ക്രിസ്ത്യാനിയാണെന്നതിന്റെ പേരിൽ തടവറയിൽ കഴിഞ്ഞിരുന്നവരോടും പ്രത്യേകമായ താൽപര്യം കാണിച്ചിരുന്നു. രഹസ്യമായി അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ അതിയായി പീഡിപ്പിച്ചിരുന്ന റോമൻ ഭരണാധികാരി. ക്രിസ്തുവിനെ തള്ളിപ്പറയാനും റോമൻ ദേവന് ബലിയർപ്പിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ക്രിസ്ത്യാനികളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അല്ലാത്തവരെ അതിക്രൂരമായി വധിച്ചിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി വീരയോദ്ധാവായ സെബസ്ത്യാനോസിന്റെ ധീരതയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ തന്റെ അംഗരക്ഷക സേനയുടെ സൈന്യാധിപനായി നിയമിച്ചു. അന്നേരവും തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. ദൈവകൃപ അനർഗളമായി സെബസ്ത്യാനോസിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ധൈര്യപൂർവ്വം പലരെയും അദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി നേടിക്കൊണ്ടേയിരുന്നു. സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നും അദ്ദേഹം പട്ടാളക്കാരുടെ ഇടയിലും ജയിലിലും ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞ ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് തന്റെ ദേവന്മാരെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചക്രവർത്തിയോട് ക്രിസ്തുവിശ്വാസിയാകാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഇത് കേട്ട ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനെ കൈകാലുകൾ ബന്ധിച്ച് അമ്പെയ്തു കൊല്ലുവാൻ ഉത്തരവിട്ടു. സെബസ്ത്യാനോസിനെ സൈനികർ ബന്ധനസ്ഥനാക്കി പട്ടണത്തിനു വെളിയിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ക്രിസ്തു സഹിച്ച പീഡാസഹനത്തെ സെബസ്ത്യാനോസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്നെ നിന്നു. ചക്രവർത്തിയുടെ കിങ്കരന്മാർ ദേഹമാസകലം അസ്ത്രങ്ങൾ എയ്തു തുടങ്ങി. ശരീരം പരുന്തിനും കഴുകനും കൊത്തിത്തിന്നാൻ ഉപേക്ഷിച്ചു. പക്ഷേ പക്ഷികൾ ശരീരത്തിന് കാവൽ നിൽക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. രക്തം വാർന്നു കിടന്ന സെബസ്ത്യാനോസിനെ ഐറിൻ എന്ന സ്ത്രീ കാണുകയും ശുശ്രൂഷിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ജീവനോടെ തിരികെ വന്ന സെബസ്ത്യാനോസിനെ കണ്ട് അത്ഭുതസ്തബ്ധനായ ചക്രവർത്തിയോട് സെബസ്ത്യാനോസ് ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ അങ്ങയോട് സംസാരിക്കാൻ എന്റെ നാഥൻ എന്റെ ജീവൻ സംരക്ഷിച്ച് വീണ്ടും അങ്ങേ പക്കൽ അയച്ചിരിക്കുകയാണ്. ക്രുദ്ധനായ ചക്രവർത്തി സെബസ്ത്യാനോസിനെ ഗദ കൊണ്ടടിച്ചു കൊല്ലാൻ ആജ്ഞാപിച്ചു. ആപ്പിയൻ റോഡിലുള്ള പുരാതന ഭൂഗർഭ ശ്മശാനത്തിൽ അപ്പസ്തോലന്മാരുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ള അറയ്ക്ക് സമീപം അടക്കം ചെയ്തു. ഇന്നവിടം ഒരു ബസലിക്കയാണ്. അമ്പിനെ അതിജീവിച്ച പുണ്യാളൻ ഇന്ന് അത്ഭുത രോഗസൗഖ്യങ്ങളുടെ വിശുദ്ധൻ, അത്ലറ്റുകളുടെ സ്വർഗീയ രക്ഷാധികാരി, വില്ലാളികളുടെ രക്ഷാധികാരി എന്നിങ്ങനെ ലോകത്ത് അറിയപ്പെടുന്നു.